ഡെസ്ക് ഞാനിന്ന് ക്ലീൻ ആക്കാൻ പോകുകയാണ്. ഇതിൻ്റെ റാൻഡം തിങ്സ് ഒന്നും അധികം യൂസ് ചെയ്യുന്നത് അല്ലാതെ അതങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഞാനത് എന്താ ക്ലീൻ ഓർഗനൈസ് ചെയ്യുന്നത് കാണാം. അപ്പം നേരെ വീഡിയോ. ഞാനിട്ട് ഔട്ട്ഫിറ്റ് ഇത് ഒരു ടോപ്പ്, കുറേ പൂച്ചകളുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും, പിന്നെ ഒരു ക്യൂട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ടീമാനായിട്ടുള്ള. അപ്പം നമുക്ക് എൻ്റെ അലമാറിൻ്റെ നോക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾക്ക് ഓർഗനൈസ് ചെയ്യാം ഗൈസ്. അപ്പൊ ഞാൻ ഓരോ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഫാനാണ് ഗൈസ്. ഇത് നമുക്ക് ചാർജ് കുത്തിടാം, നമുക്ക് ചൂടത്താകുമ്പോൾ ഇതാക്കാം. ഈ ഫാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓരോ സ്പീഡിൽ നമുക്ക് കറങ്ങുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്, നല്ല യൂസ്ഫുള്ളാണ് ഗൈസ്. ചാർജ് കുത്തിയിട്ടാണ് അത് കഴിയും. പിന്നെ അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നെക്സ്റ്റ് തിങ് എടുക്കാം. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് തന്നൊരു ബോക്സാണ് ഗൈസ്. അപ്പം എൻ്റെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഞാൻ ഓരോന്ന് വെച്ച് കാണിച്ചത്. ഒരു പമ്പലുണ്ട് ഗൈസ്, സ്റ്റാമ്പും ഒന്ന് സിറോയിസിൻ്റെ സ്റ്റാമ്പും ഉണ്ട്. നമുക്ക് ഇതത് ഞാൻ സ്റ്റാപ്ലറിനോട് ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്, കളർഫുൾ ബ്രേസ്ലെറ്റ് ഉണ്ട് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു കീ ചെയിൻ ആണ് എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയത്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലിപ്പാണ്, എനിക്ക് ക്ലിപ്പുണ്ട്. പിന്നെ ഒരു നെയിൽ സ്ലിപ്പാണ് യൂണിക്കോണിൻ്റെ ഉണ്ട് കേട്ടോ എൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഗൈസ്, ക്യൂട്ട്. അത് ഇതിലൊരു സെറ്റായിരുന്നു, ഞാൻ റാൻഡം തിങ്സ് ഒക്കെ ഈ ബോക്സ് ഒക്കെ ആക്കി വെച്ചതാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ 2-3 ക്ലിപ്പോ റിബണോ നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. വെച്ചാലും ഒരു 3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കേട് വരും ഗൈസ്. അത്ര സ്ഥലമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അത്ര ഉള്ളൂ തീർത്ത സാധനങ്ങൾ നമുക്കത് കൂട്ടാം. ഓർഗനൈസ് ചെയ്യാനുള്ള പാട് കിട്ടിയതാണ് ഗൈസ്. ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ എനിക്ക് ഡ്രോയിങ് ബുക്ക് കിട്ടിയതാണ്. ഇതാണ് ഇങ്ങനത്തെ 2 സെയിം ബുക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റോറി ബുക്കാണ്. എൻ്റെ അങ്കിൾ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുണ്ടായി. ഞാൻ എപ്പോഴും ഇടയ്ക്ക് വായിക്കാറുണ്ട്, സ്കൂളൊക്കെ കൊണ്ടുപോകാറുണ്ട്, ലഞ്ച് ബ്രേക്കിന് വായിക്കും. എക്സൊക്കെ ഉണ്ട്, ചാർട്ടിനോടുണ്ടാക്കി. പിന്നെ ഇതിൻ്റെ കുറേ ബുക്സൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പേജ് കഴിഞ്ഞ ബുക്സാണ് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ സെറ്റ് ഉണ്ട്. ഇതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയുന്നത് എൻ്റെ ബാഗാണ്. ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. ബാഗ് വേറെ ഒരു ബാഗാണ്, സെറ്റി ബാഗാണ്. അപ്പോൾ ഗൈസ് എനിക്ക് ബാഗിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്, കുറഞ്ഞില്ല മൂന്നുള്ളൂ. ഇതൊരു ബാഗാണ്, ഇതിൽ നമുക്ക് കുറേ ഫോണൊക്കെ വെക്കാം. പിന്നെ ഇത് നമ്മളെ പെൻസിലിൻ്റെ മുകളിൽ. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിരുന്നു ഗൈസ്. അപ്പം എൻ്റെ കസിന് ഞാൻ കണ്ടു കിൻഡർ ജോയിൻ്റെ ഹാരി പോട്ടർ. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഹാരി പോട്ടർ എടുത്ത് തരുമെന്ന്. അപ്പോൾ അവൾക്ക് കറക്റ്റ് ഹാരി പോട്ടർ എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിരുന്നു. അപ്പം ഞങ്ങൾ ഫോക്കസ് മാളിൽ കയറിയപ്പോൾ ഹൈപ്പറിൽ കയറിയിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങി. ഇത് മാജിക് വാട്ടർ ബുക്കാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ റൂൾസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യൽ. പിന്നെ ഓരോ പേജ് ഞാൻ നിങ്ങൾ കാണിച്ചത്. ഇത് അങ്ങനെ കൊടുത്തിരുന്നു ഫസ്റ്റ്, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇതിനാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഹലോ കിറ്റി ഞാൻ 2 പേജ് ചെയ്തിട്ടുള്ളൂ ആക്ച്വലി. പിന്നെ ഈ ഒരു പേജ് എൻ്റെ ഫേവറേറ്റ് പേജാണ്. അപ്പം നമുക്കിത് കൊടുത്തു നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ് ഇത്. അപ്പം വേറെ സാധനം നോക്കാം. അപ്പം ഗൈസിന് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പം അതൊക്കെ അപ്പോൾ ഗൈസിന് കുറച്ചും കൂടി സാധനങ്ങളേ ഉള്ളൂ. കോഡുണ്ട് ഗൈസ്. പിന്നെ പെൻസിൽസും കുറച്ച് പെണ്ണാണ്. പെൻസിൽസ് കുറേ ഉണ്ട്.
പെണ്ണ് ഇത്രയും വലിയ പെണ്ണാണ് ഗൈസ്. കഴിഞ്ഞ സാധനങ്ങൾ നമുക്ക് എല്ലാം ഓർഗനൈസ് ചെയ്ത് പിന്നെ വൃത്തി ഉണ്ടായതുകൊണ്ട് അധികം കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇനിയാണ് ഞാൻ പെടാൻ. ഓക്കെ, നമുക്ക് ബുക്സ് വെക്കാം. കുറേ ബുക്സ്. അപ്പൊ ഗൈസ് ഞാൻ വേഗം ചെയ്യുന്ന എൻ്റെ അനിയൻ വന്ന് അതൊക്കെ എടുത്തിടും. നമുക്ക് വേഗം ചെയ്യാം. ഗൈസ് എന്താണ് വെച്ചാൽ കാനൻ്റെ അനിയനെല്ലാം തട്ടിപ്പറിച്ചിടും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വേഗം എടുത്തത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ബോർഡാണ് നമുക്ക് വരുന്നത്. ഇങ്ങനത്തെ ഒരു സെറ്റിൽ 24 എണ്ണം ഉണ്ടാവും. ഞാൻ 12 എണ്ണം എടുത്തത്. ഫൈന് ഇത് സാധാരണ. അപ്പം ഗൈസ് ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇടാം. അനിയും ഇവിടെ ഇങ്ങനെ കഴിയുന്നെങ്കിൽ മനസ്സിലാക്കണ്ട. അപ്പോൾ ഗൈസ് ഇത് എൻ്റെ പേപ്പർ സോപ്പിൻ്റെ ഒരു പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റിക്കേഴ്സാണ്, കുറേ ഫ്രോസൻ്റെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് കാണാം. ഗൈസിൻ്റെ റാൻഡം തിങ്സൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ എടുത്തു വെച്ചതിൻ്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? വീഡിയോ എത്രയും അപ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.